മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ കാണാതായ 5 പേർക്കായി രാത്രിയും തെരച്ചിൽ തുടരുകയാണ്. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പരിക്കേറ്റ മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 142 പേരാണുള്ളത്. വിവരങ്ങളുമായി സാജിദ് അജ്മലും ഷിദ ജഗത്തും ചേരുകയാണ്. സാജിദ്, ഈ വൈകിയ വേളയിലും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഒക്കെ ശക്തമായി ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചു വരികയാണോ? എന്തെങ്കിലും പുരോഗതിയുണ്ടോ തെരച്ചിലിൽ? ദിവ്യ, തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പുഞ്ചിരിമട്ടം, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ, ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോട്ടിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമാണ് ഇന്ന് മണ്ണ് മാറ്റുന്ന പ്രക്രിയ ഉള്ളത്. കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം അത്ര വെളിച്ച കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്ര അടി ഈ JCBയുടെ കൈ വരുന്ന ഭാഗം മുതൽ മുകളിലേക്ക് അത്രയും അടി മണ്ണ് കിടക്കുകയാണ്. ആ റോട്ടിൽ നിന്ന് പൂർണ്ണമായും മണ്ണ് ഇന്ന് രാത്രിയോടുകൂടി നീക്കം ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായാൽ അത് ഒരു പ്രശ്നമാകും. കാരണം അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയയിലേക്ക് കടക്കാൻ കഴിയില്ല. ആ മണ്ണ് മാറ്റി ഈ ഗതാഗതം ഈ സുഗമമാക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാന പരിഗണന നൽകുന്നത്. ഈ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഞാൻ നിൽക്കുന്നതിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്താണ് ഈ തുരങ്കപാതയുടെ ഈ തുരങ്കം തുടങ്ങുന്നത്. അവിടെ നിന്ന് ചെറിയ രീതിയിൽ പൊട്ടി പിന്നീട് ഈ വലിയ ഒരു മണ്ണ് ഇടിച്ചിലായി. അതായത് ഈ കൂട്ടിയിട്ടിരുന്ന മണ്ണുകൾ ഈ വന്നു. നമുക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, NDRFന്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിനപ്പുറത്ത് വലിയ ഒരു പാറക്കഷ്ണം കാണാം. അതായത് അത് ഈ തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പൊട്ടി ഇങ്ങോട്ട് വന്ന് റോട്ടിൽ ആ പാലത്തിൽ കിടക്കുന്നതാണ്. അത്ര വലിയ ഭീമാകാരമായ കല്ലാണ് അവിടെ കാണുന്നത്. പിന്നീട് ഈ പുഴയുടെ 2 ഭാഗത്തും മണ്ണ് അടിഞ്ഞ് കൂടി കിടക്കുകയാണ്. അതിന് മുകൾ ഭാഗത്താണ് ഞാനും ജയ്സൽ ബാബു പിലാശ്ശേരിയും നിൽക്കുന്നത്. നമുക്ക് ഇത്രയും സമയം ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ സമയത്തോ രാത്രി ഒരു 8 മണിവരെ ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മണ്ണ് മാറ്റിയതിനു ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ആ ഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും ഒരു ക്രെയിനാണ്, വലിയ ഒരു ക്രെയിനും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി DBL എന്ന കമ്പനിയുടെ അവരുടെ ഓഫീസും സാമഗ്രികളും സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം ആണ്. അതെല്ലാം തന്നെ ഈ പല അത്തരത്തിലുള്ള ക്യാബുകളും ഒഴുകി പോയിട്ടുണ്ട്. പിന്നീട് നേരെ പുഴയുടെ താഴെ കാണുന്നത് വലിയൊരു ബസ്സാണ്. ഒരു ടൂറിസ്റ്റ് ബസ് ഇവിടെ റോട്ടിൽ നിർത്തിയിട്ടിരുന്നു. അത് ഈ മണ്ണിടിച്ചിലിന്റെ ശക്തിയിൽ ഒഴുകി നേരെ പുഴയിലേക്ക് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ബസ്സിൽ യാത്രക്കാരില്ലാത്തത് കൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവായി. സാധാരണഗതിയിൽ ഇവിടെ 100 കണക്കിന് തൊഴിലാളികൾ ഈ തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് ആ തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വളരെ കുറഞ്ഞ, അത് തുരങ്കപാത നിർമ്മാണമല്ല, അതിന്റെ അനുബന്ധമായ ചില ജോലികൾ മാത്രമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം ഈ വലിയ ആളുകൾ ഇതിന് അകപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും കണക്ക് പ്രകാരം 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇനിയും 5 പേർ കണ്ടെത്താനുണ്ട്. ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. വിക്രം റാണ, രാഹുൽ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഖാൻ, രാകേഷ്, അസദുദ്ദീൻ അൻസാരി എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്.